സാലി ചേച്ചി ബൊക്ക കൊടുത്ത് സ്വീകരിക്കുന്നു. ഇനി റോസലിൻ ചേച്ചിയെ നമ്മുടെ ഡിവൈൻ നഴ്സസ് പ്രയർ ഗ്രൂപ്പിൻ്റെ ഇനാഗുറേഷന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. തുടർന്ന് വചന പ്രഘോഷണവും. താങ്ക് യു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാവരും കുറച്ച് മുമ്പോട്ട് കയറി വന്നാൽ വലിയ ഉപകാരമായിരിക്കും. നമ്മളെല്ലാവരും ഈ സ്പ്രെഡ് ചെയ്ത് അവിടെ ഇവിടെ ഇരിക്കുന്ന ഭേദം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ഒരു നിമിഷം ഈശോയുടെ കൂടെയായിരുന്നു കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം. ഈ നിമിഷം ഞാനും എൻ്റെ ഈശോയും മാത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഓരോരുത്തരും വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ഈ നിമിഷം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല രക്തസാക്ഷിയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാർപ്പാപ്പയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലുള്ള എല്ലാ കർദിനാളന്മാരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മെത്രാന്മാരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പട്ടായലച്ചനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഈ നിമിഷം ഞങ്ങളുടെ വികാരിച്ചനായ കർത്താവെ ശുചിത്വത്തിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ധന്യ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പാ പിതാവേ, ഞങ്ങളുടെ മേലെ, ഈ സമൂഹത്തിൻ്റെ മേലെ കരുണയുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, യോബിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, ഈ സമൂഹത്തിൻ്റെ മേലെ, ഈ കുടുംബങ്ങളുടെ മേലെ, കർത്താവായ ഈശോ, ഓരോ വ്യക്തികളുടെ മേലെ, കുഞ്ഞുമക്കളുടെ മേലെല്ലാം കരുണയുണ്ടാകണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, അപ്പാ പിതാവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടായി. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ തലമുറകളോട് കരുണ കാണിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവികരിൽ നിന്ന് വഴിയിറങ്ങിയിരിക്കുന്ന എല്ലാ കർത്താവായ അശുദ്ധിയിലേക്കും കർത്താവായ ഈശോയെ അവിടുന്ന് അഗ്നി ഇറക്കി ഞങ്ങളുടെ പാപശാപ ബന്ധനങ്ങളിൽ നിന്നെല്ലാം കെട്ടുകളിൽ നിന്നെല്ലാം കർത്താവായ ഈശോയെ അവിടുത്തെ അഗ്നിയാൽ ഞങ്ങളെ ഈ അശുദ്ധിയെല്ലാം നിർവീര്യമാക്കണമെന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പാപാവസ്ഥകളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ, വചനത്തിൻ്റെ ശക്തിയാൽ, കർത്താവായ ഈശോയെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, കർത്താവായ ഈശോയെ പരിശുദ്ധ അമ്മയുടെ ശക്തിയാൽ, കർത്താവായ ഈശോയെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. കൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോയുടെ തിരുരക്തം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, കർത്താവായ കൂട്ടായ്മയുടെ മേൽ, ഈ ഭവന കർത്താവായ ഭവന ഈ പള്ളിക്ക് ചുറ്റും കർത്താവായ ഞങ്ങളുടെ ഓരോ വ്യക്തികൾക്ക് ചുറ്റും കർത്താവായ ഞങ്ങളുടെ തിരുരക്തത്തിൻ്റെ കവചം സൃഷ്ടിച്ച് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുരക്തത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈ നിമിഷം കർത്താവായ ധന്യ നിമിഷത്തെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഡിവൈൻ നേഴ്സസ് ഗ്രൂപ്പിൻ്റെ ഉദ്ഘാടനം ഞാൻ ഔദ്യോഗികമായി നിങ്ങളോട് ചേർന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഇന്നത്തെ ദിവസം നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നത്തെ ദിവസം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നല്ലോ. എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത? അമലോത്ഭവം അല്ലേ, ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ? നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കുന്നതാണ്. നമ്മൾ ജനിച്ചനാൾ തുടങ്ങി കേൾക്കുന്നതാണ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ. എന്തുവാണ്? ഉറക്കെ പറഞ്ഞു. തെറ്റൊന്നുമില്ല, എല്ലാം ശരിയാണ്. ഉത്ഭവഭാവമില്ലാതെ മാതാവ് ജനിച്ചു.
നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഓരോരുത്തരും ഈ ഭൂമുഖത്ത് പിറന്നു വീഴുന്ന ഓരോ മക്കളും, അതായത് ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെയാണ് നമ്മൾക്ക് ജന്മം കർത്താവ് തരുന്നത്. പക്ഷേ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചും അങ്ങനെയല്ല. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ, മാതാവ് ഉദരത്തിൽ വരുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തോടെയല്ല. പരിശുദ്ധ അമ്മ പള്ളിയിൽ വെച്ച് പരിശുദ്ധ അമ്മയുടെ അമ്മ അന്നായും ജോവാക്കിയും പള്ളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് ഉദരത്തിൽ രൂപം കൊള്ളുന്നത്. ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ ആകുമ്പോഴാണ് നമുക്ക് ജഡികാശക്തി നമ്മളവിടെ രൂപം കൊള്ളുന്നു. ആ അവസ്ഥയിൽ നമുക്ക് ജന്മപാപം എന്ന വലിയൊരു പാപം നമ്മളിലേക്ക് ഉറവെടുക്കുന്നു. പക്ഷേ പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങനെയല്ല. പരിശുദ്ധ അമ്മ ഉദരത്തിൽ രൂപം കൊണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. ആ ഒരു അവസ്ഥയിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഉത്ഭവപാപം എന്നുള്ള ആ വലിയൊരു പാപമില്ലാത്ത ഒരവസ്ഥയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഉത്ഭവപാപം ഇല്ലാതെ ജനിപ്പിക്കുക എന്നുള്ള പിതാവായ ദൈവത്തിൻ്റെ ഒരു വലിയൊരു പദ്ധതിയാണ്. കാരണം രക്ഷകനായ ദൈവം ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുവാനായിട്ട് പാപപങ്കിലമായ ഒരു സ്ഥലത്ത് വീഴുക അല്ലെങ്കിൽ ജനിക്കുക എന്നുള്ളത് അസാധ്യമായ സംഗതിയാണ്. അതുകൊണ്ട് ദൈവം അനാദി മുതലേ ഈ പരിശുദ്ധ അമ്മയെ പ്ലാൻ ചെയ്ത് പദ്ധതി തയ്യാറാക്കി അമ്മയ്ക്ക് രൂപം കൊടുക്കുകയാണ്. ഈ വലിയൊരു വ്യക്തിയെ കർത്താവ് ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. അത് നമ്മളുടെ തന്നെ വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മ. പിതാവായ ദൈവം ആദവും പാപം ചെയ്തപ്പോൾ പരിശുദ്ധ പിതാവായ ദൈവം ആദത്തോട് പിശാചിനോട് പറഞ്ഞത് എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? പിതാവായ ദൈവം സാത്താനോട് പറഞ്ഞത് ഉൽപ്പത്തി 3:15, നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിൻ്റെ തല തകർക്കും. നീയും സ്ത്രീയും തമ്മിലും, ആ സ്ത്രീയാണ് അന്ന് പിതാവായ ദൈവം പറഞ്ഞു വെച്ച സ്ത്രീയാണ് നമുക്ക് പുതിയ നിയമത്തിലെല്ലാം കാണാൻ പറ്റുന്ന സ്ത്രീ തന്നെ. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് കാനായിലെ കല്യാണ വിരുന്നിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ഈശോ സ്വന്തം അമ്മയെ വിളിച്ചത് എന്തായിരുന്നു? സ്ത്രീയെ എനിക്ക് നിനക്കും എന്ത്. സ്വന്തം അമ്മയെ ഒരിക്കലും ആരെങ്കിലും സ്ത്രീയെന്ന് വിളിക്കുമോ? വിളിക്കത്തില്ല. പക്ഷേ ദൈവം തന്നെയായ രക്ഷകനായ ഈശോ ഈ സ്ത്രീയെ പരിശുദ്ധ അമ്മയെ, സ്വന്തം അമ്മയെ, ഇത്രയും പരമപരിശുദ്ധിയായ അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കണമെങ്കിൽ അതിന് വലിയൊരു കാരണമുണ്ട്. അതായത് ഉൽപ്പത്തിയുടെ പിതാവായ ദൈവം പറഞ്ഞു വെച്ച ആ സ്ത്രീ തന്നെയാണ് ഈ സ്ത്രീ എന്ന് ലോകത്തെ അറിയിക്കുവാനായിട്ട് ഈശോ അവിടെ പ്രഖ്യാപിക്കുകയാണ്. ആ സ്ത്രീയുടെ മഹത്വമാണ്. അനാദി മുതലുള്ള ആ സ്ത്രീയാണ് ഈ സ്ത്രീ എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു നിമിഷമാണ് കാനായിലെ കല്യാണ വിരുന്ന്. അതുപോലെ തന്നെ പിന്നെയും ഈശോ പറയുന്നുണ്ട്. ഇവിടെ വെച്ചാൽ പിന്നെ അടുത്ത സ്ത്രീയെ പറയുന്നത് കുരിശിൻ ചോട്ടി വെച്ച് പറയുകയാണ്, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. യോഹന്നാനോട് പറയുന്നു, ജോൺ ഇതാ നിൻ്റെ അമ്മ. ആ നിമിഷം നമ്മൾക്ക് ഈ ലോകത്തിലുള്ള എല്ലാ മക്കൾക്കും പരിശുദ്ധ അമ്മയായിട്ട് പ്രഖ്യാപിച്ചു തരുവാണ്. ആ സ്ത്രീയെ, ആ അമ്മയെ നമ്മൾക്ക് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ നമുക്കൊരിക്കലും നമുക്കൊരു തകർച്ച നേരിടത്തില്ല. പരിശുദ്ധ അമ്മ എവിടെയുണ്ടോ അവിടെ നമുക്ക് വിടുതലുണ്ട്. കാരണം ഉൽപ്പത്തി 3:15, നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിൻ്റെ തല തകർക്കും. ഈ സ്ത്രീയുടെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ പിശാചിനോട് നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും കുടുംബപ്രാർത്ഥന നമ്മൾ ജപമാല ചെയ്യുന്നുണ്ട്. നമ്മളൊരു ദിവസം പോലും കുടുംബപ്രാർത്ഥനയിൽ ജപമാല ചെല്ലാത്ത ദിവസങ്ങൾ നമ്മൾ മുമ്പോട്ട് നീക്കല്ല്. എല്ലാ ദിവസവും ജപമാല ചെല്ലുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കാത്തവർക്ക് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും നിങ്ങൾക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ കുടുംബത്തിൽ? ആരെങ്കിലും ഇല്ലാത്തവരുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പം കൈവെക്കാവോ? ധൈര്യമായിട്ട് പൊക്കിയോ, നമ്മൾ നാണക്കേടൊന്നും വേണ്ട. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ പറയും നമുക്ക് ജോലിയുണ്ട് അല്ലെങ്കിൽ പിള്ളേരുടെ തിരക്കാണ്. നമ്മൾ 7 മണിക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാരാണോ? 4:30 5 മണിയാകുമ്പോൾ നമ്മൾ കൊന്ത ചെല്ലണം. ഞാൻ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 6 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ 4:30 ആകുമ്പോൾ ഞാൻ കൊന്ത ചെല്ലും എല്ലാ പിള്ളേരെ കൂട്ടി. കാരണം അവർ 3 മണിയാകുമ്പോൾ സ്കൂളിൽ നിന്ന് വരുമല്ലോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ നൈറ്റ് വ്യൂവിന് പോയി. നൈറ്റ് വ്യൂ ഞാൻ 5 മണിയാകുമ്പോൾ പോകും. അപ്പം ഞാൻ 4 മണിയാകുമ്പോൾ പിള്ളേരോട് പറഞ്ഞു എനിക്ക് നൈറ്റ് വ്യൂവിന് പോകണം, നമുക്ക് കൊന്തയല്ലാന്ന് പറഞ്ഞു.
നമുക്കതിന് സമയവും സൗകര്യമൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് നമുക്ക് കൊന്തയെല്ലാം പറ്റുള്ളൂ എന്ന് നമ്മളൊന്ന് വിചാരിക്കേണ്ട. ഏത് സമയവും നമുക്ക് ഒന്നിച്ച് കുടുംബമായിട്ട് ഒന്നിച്ചിരുന്ന് കൊന്ത ചെല്ലുക. അതുകൊണ്ട് നമ്മളതിന് സമയം കണ്ടെത്തണം. നമ്മളൊരു പിള്ളേർ വഴക്കുണ്ടാക്കുവാണ്, നമ്മളതിനെക്കുറിച്ച് ബോധപ്പെടേണ്ട ആവശ്യമില്ല. ആ വഴക്കുണ്ടാക്കുന്ന അവസ്ഥയിൽ ഇരുന്നുകൊണ്ടും നമുക്ക് കൊന്ത ചെല്ലുവാൽ അത് കർത്താവ് അത് സ്വീകരിക്കും. നമ്മുടെ ഹൃദയമാണ് കർത്താവ് കാണുന്നത്. നമ്മളൊരു നന്മ പറഞ്ഞവരെ ചെല്ലിയേ പറ്റുള്ളൂ. പിള്ളേർ വഴക്കുണ്ടാക്കുവാണോ? പക്ഷേ അവിടെ നിങ്ങളുടെ ആ സാന്നിധ്യം പരിശുദ്ധമ്മ കണക്കിലെടുക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ജപമാല ചെല്ലാതെ നമ്മൾ ഒരു ദിവസം പോലും മുമ്പോട്ട് കടന്നു പോകരുത്. ഞാൻ എവിടെയെങ്കിലും പോയാലും പിള്ളേരോട് പറയും നിങ്ങൾ കൊന്ത ചെല്ലിക്കണം കേട്ടോ എന്ന്. അവർ ചെല്ലിയില്ലെങ്കിലും പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്കൊരു വായാലെ ഒരു വാക്ക് നമ്മൾ പറഞ്ഞിരിക്കണം. കാരണം മോഡേൺ ടെക്നോളജി പിള്ളേരെ എപ്പോഴും മൊബൈലിനകത്താണ്. കാരണം അവർക്ക് അതിനൊന്നും ചിലപ്പോൾ ഇൻട്രസ്റ്റ് കണ്ടെന്നിരിക്കുകയില്ല. പക്ഷേ എന്നാലും നമ്മൾ പറയേണ്ടത് പറയണം. കാരണം ഇന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നാളെ അതിനെക്കുറിച്ച് നമുക്ക് വലിയ ബോധ്യം ആ പിള്ളേർ കിട്ടിയെന്ന് വരികയില്ല. ഭാവി തലമുറയെ നമ്മളെ ഉദ്ദേശിച്ചാണ് ഇരിക്കുന്നത്. നമ്മളെന്ത് ട്രെയിനിങ് ആണ് പിള്ളേർക്ക് കൊടുക്കുന്നത് അതനുസരിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം പോലും നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈ യോവൽ കുടുംബത്തിലുള്ള ഈ രാജ്യത്തുള്ള എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധ മാതാവേ അമ്മ കടന്നു വന്ന് ഈ മക്കളെയെല്ലാം കർത്താവായ മുടങ്ങാതെ ജപമാല ചെല്ലുവാനുള്ള വൻ കൃപയുടെ അഭിഷേകം ഈ മക്കളിലേക്ക് ഒഴുക്കി അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമൂഹത്തിൽ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ കർത്താവായ അതിൻ്റെ കൃപയും അനുഗ്രഹവും ഈ നിമിഷം ഒഴുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പിതാവേ മക്കളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധമേ മാതാവേ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈ അടുത്ത് നമ്മുടെ ഇപ്പം ക്രിസ്മസ് കാലമാണ്. എന്താണ് ക്രിസ്മസ്? നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് ക്രിസ്മസ്. നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. എന്താണ് ക്രിസ്മസ് ട്രീ എന്താണ്? ക്രിസ്മസ് നമ്മൾ പറയും ഈശോ ജനിച്ചു എന്ന്. ക്രിസ്മസ് ആ വാക്ക് തന്നെ വന്നത് എങ്ങനെയാണ്? ആ വാക്കിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് അപ്പോൾ കിട്ടും. ക്രൈസ്റ്റ്, മാസ്, അവിടെ ബലിയുണ്ട്, ഈശോയും ഉണ്ട്. അവിടെ ബലിയാടായ കുഞ്ഞാട്, പെസഹ കുഞ്ഞാടാണ് ക്രിസ്മസ്. നമ്മളിനി ക്രിസ്മസ് ട്രീ വെക്കുന്നുണ്ട്. അതെന്തിനാണ് ക്രിസ്മസ് ട്രീ വെക്കുന്നത്? ക്രിസ്മസ് ട്രീയുടെ ഉത്ഭവം എവിടെയാണ്? ഹാർഡ് ക്വസ്റ്റ്യനാണ്. ക്രിസ്മസിൻ്റെ ഉത്ഭവം എവിടെയാണ്? കുറച്ച് ധ്യാനിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ. എവിടെയാണ് ക്രിസ്മസ് ട്രീയുടെ ഉത്ഭവം? എവിടെയാ? പുൽക്കൂട്ടിൽ. ക്രിസ്മസ് ട്രീ എന്ന് പറയുമ്പോഴേ ഒരു ട്രീക്ക് നമുക്കൊരു വിത്തുണ്ടായിരിക്കണം. ആ വിത്ത് എവിടെയാണ് രൂപം കൊണ്ടത്? പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലാണ്. ആ ട്രീ പൂർണ്ണ വളർച്ചയെത്തി അത് പുറത്തേക്ക് പരിശുദ്ധ അമ്മ ദാനമായിട്ട് ഈ ലോകത്തിന് നൽകുവാണ് ആ ട്രീയെ. ആ ക്രിസ്മസ് എന്നുള്ള അതൊരു ട്രീ ആയി മാറി അതിങ്ങനെ പടർന്ന് പന്തലിച്ച് ഈ ഭൂമുഖം മുഴുവനും പടർന്നു പോകും. അതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് ഈശോ വളർന്ന് പന്തലിച്ച ഒരു സിമ്പലായിട്ടാണ് എല്ലാ വർഷവും ഈ ക്രിസ്മസ് ട്രീ എന്നും പറഞ്ഞ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കാറില്ല. നമ്മളിത് എടുത്തു വെക്കുമ്പം ഈശോയോട് പറയണം, ഈശോയെ ഇതുപോലെ എന്നെ ഒരു ട്രീ ആക്കി മാറ്റണേന്ന്. നമുക്കെല്ലാ നിമിഷവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മളോർക്കല്ല നമ്മൾ കുത്തിയിരുന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊരു വ്യക്തിയെ കാണുക, നമുക്ക് കർത്താവ് വരെ അനുഗ്രഹിക്കണേ, മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ ഉച്ചരികളൊന്നും വേണ്ട. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സുകൊണ്ട്, ചിന്ത കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ടൊക്കെ പ്രാർത്ഥിക്കാം. നമ്മൾ നേഴ്സസാണ്, നമ്മൾ വലിയൊരു ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ പോലും അറിയാതെ വലിയ ശുശ്രൂഷ ഏറ്റെടുത്തേക്കുന്നതാണ്. ഈ ഭൂമുഖത്ത് ആർക്കും ചെയ്യാൻ പറ്റാത്തതാണ്. അത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രം പറ്റുന്നതാണ്. നമ്മൾ ഓരോ പേഷ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നമ്മൾ ഓരോ മരുന്ന് കൊടുക്കുമ്പം കർത്താവ് ഈശോയുടെ രക്തത്തെ കഴുകണേ. ഈ മരുന്ന് അത് ഏത് രോഗികൾ സ്വീകരിക്കുന്നോ അവർക്ക് വലിയൊരു ഫലം അവരിൽ വളവാകുവാനായിട്ട്, അവരുടെ രോഗങ്ങളെ മാറ്റുവാനായിട്ട് കർത്താവെ അനുഗ്രഹിക്കണമേ.
നമുക്ക് ഓരോ സെക്കൻഡിലും പ്രാർത്ഥിക്കാം. ഒരു പേഷ്യൻ്റെ അടുത്ത് നിന്ന് വേറൊരു പേഷ്യൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണേ, ഈ ജോലി സ്ഥലത്തെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ കൊളീഗ്സിനെ അനുഗ്രഹിക്കണേ, ഒരു തെറ്റും കൂടാതെ നേഴ്സുമാരും ഡോക്ടർമാരും എല്ലാം കർത്താവരുടെ ജോലി നിർവഹിക്കുവാനായിട്ട് അവരെ അനുഗ്രഹിക്കണേ. എത്രയോ നേഴ്സുമാർ പെട്ടുപോകുന്നു, എന്തെല്ലാം തെറ്റുകളിൽപ്പെട്ട്, അശ്രദ്ധയിൽപ്പെട്ട്. നമ്മളറിയാതെ ചെയ്യുന്ന അശ്രദ്ധകളാണ്. ചിലപ്പോൾ സീഡ് കാണാൻ പോകും, ചോക്കിക്ക് കാണാൻ പോകും, പിന്നെ വലിയ ഇൻവെസ്റ്റിഗേഷനായി. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ വരാൻ നമുക്ക് ഓരോന്നും ചെയ്യുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ആ ഒരു മനസ്സുണ്ടെങ്കിൽ, ഒരു തുറവിയുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി തെറ്റുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവത്തിന്, നമ്മുടെ ദൈവമഹത്വത്തിനായിട്ട്, നമ്മുടെ കുടുംബജീവിതം അതൊരു ശുശ്രൂഷയാണ്. ഭാര്യയും ഭർത്താവും ഒന്നിരിച്ച് ദൈവത്തിന് ചെയ്യുന്ന ശുശ്രൂഷയാണ്. ഇതെൻ്റെ ജോലി നിൻ്റെ ജോലി എന്നൊന്നും അങ്ങനെ ജോലിയില്ല നമുക്ക്. ഇതെല്ലാം ദൈവ ശുശ്രൂഷയ്ക്കായിട്ട്, ദൈവമഹത്വത്തിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് നമ്മൾ കുടുംബത്തിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളിതൊരു ശുശ്രൂഷയായിട്ട് കാണണം. എൻ്റെ ഭർത്താവ് അത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അത് ചെയ്യുന്നില്ല, നമ്മളെ പരാതികളെല്ലാം മാറ്റിവെച്ച്. കാരണം ഒരു പ്രാവശ്യം എൻ്റെ അടുത്തൊരു നാട്ടിൽ നിന്നൊരു പുള്ളിക്കാരത്തി വിളിച്ചു, UK ഒരു പെങ്കൊച്ചിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ. പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5-6 മാസമായിട്ട് പുള്ളിക്കാരനൊന്നും ചെയ്യുന്നില്ല, കട്ടിലേക്ക് കയറി കിടപ്പാണ്. നേഴ്സുമാരാണ്, 2 പേര് നേഴ്സുമാരാണ്. അപ്പോൾ പുള്ളിക്കാരന് ജോലി ചെയ്ത് മടുത്തു. അപ്പം ഞാൻ അന്നേരം അവസാനം പുള്ളിക്കാരത്തി എന്നെ വിളിച്ചു. കാരണം ഞാൻ അറിയില്ല പുള്ളിക്കാരത്തി ആരാന്ന് ഇപ്പോഴും അറിയില്ല. എന്നെ വിളിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജോലി ചെയ്ത് മടുത്തു വന്ന് കഴിയുമ്പോഴത്തേക്കും കെട്ടിയാൻ എപ്പോഴും വന്നു കഴിയുമ്പോഴേ കട്ടിലേക്ക് കയറി കിടക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളിക്കാരത്തി എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്താണ് സംസാരിക്കുന്നത്. അത് കെട്ടിയാൻ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്നെത്താനെ ചെയ്യും. നമ്മളതൊരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭർത്താവിനെ പ്രോത്സാഹിപ്പിക്കണം. ഒരു ചെറിയ കാര്യം ചെയ്തെങ്കിൽ നമുക്ക് നന്ദി പറയാൻ പറ്റും. നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ മലയാള ലാംഗ്വേജ് താങ്ക് യു ഇല്ല. അത് വലിയൊരു പ്രശ്നമാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലേ താങ്ക് യു ഉള്ളൂ. ഗോൾഡൻ വേർഡ്സ് സോറി, എക്സ്ക്യൂസ് മീ, താങ്ക് യു എന്നുള്ളത് നമ്മുടെ മലയാളത്തിലില്ല, നമ്മളാരും പ്രയോഗിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ അഭിഷേകം തന്നെ ഓട്ടോമാറ്റിക് നമ്മൾ പോലും അറിയാതെ കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഇംഗ്ലീഷുകാരെ നമുക്കത് ഫോളോ ചെയ്യാം. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും നമുക്ക് സോറി പറയണം. കാരണം ഇവിടെയുള്ള ആൾക്കാരെല്ലാം അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ചില നേരത്തിൽ നമ്മൾ സോറി പറയേണ്ട സ്ഥാനത്ത് ആ സോറി പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഒരു സോറി പറഞ്ഞൊന്ന് കെട്ടിപ്പിടിച്ച് കഴിയുമ്പോഴത്തേക്കും പ്രശ്നം പരിഹരിക്കാനുള്ളതേ ഉള്ളൂ. അത് വലുത് അത് എക്സ്പാൻഡ് ചെയ്ത് വലിച്ച് നീട്ടി അത് അവസാനം ഡൈവേഴ്സിൻ്റെ വക്കിൽ വരെ എത്തുകയാണ്. ഇങ്ങനെ പല കേസ് കെട്ടുകൾ എൻ്റെ അടുത്ത് സാറിന് വരാറുണ്ട്. കുഞ്ഞു കാര്യമാണ്, ചെറിയ കാര്യമാണ്. നമ്മളതുകൊണ്ട് ഓരോ കാര്യത്തിലും നമ്മളത് ശുശ്രൂഷയാണെന്ന് ഏറ്റെടുത്ത്, ഇത് ഞാൻ ചെയ്യുന്ന, എൻ്റെ ഭർത്താവിന് ചെയ്യുന്നതല്ല, എൻ്റെ ഭാര്യയ്ക്ക് ചെയ്യുന്നതല്ല, എൻ്റെ മക്കൾക്ക് ചെയ്യുന്നതല്ല, ഇത് ദൈവത്തിന് ചെയ്യുന്ന ശുശ്രൂഷയാണ്. നമ്മൾ ദൈവമഹത്വത്തിനായിട്ട് ഓരോന്നും ചെയ്യുക. അവിടെ നമുക്ക് അഭിഷേകം ഉണ്ടാകും. നമുക്ക് പരാതി കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ദൈവസ്നേഹത്തെ പ്രതി, കർത്താവേ ഞാൻ ഈ പാത്രം കഴുകുന്നു, ഒരു ലോഡ് തുണിയുണ്ട്, അത് കഴുകുന്നു. നമ്മൾ ഓരോ ജോലിയും ഹൂവർ ചെയ്യുന്നു. കർത്താവേ ഇതെല്ലാം അങ്ങനെയുള്ള സ്നേഹത്തെ പ്രതി, എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട്, എൻ്റെ ഭർത്താവിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട്, എൻ്റെ പേരൻസിൻ്റെ പാപത്തിന് പരിഹാരം, സഹോദരങ്ങളുടെ പാപത്തിന് പരിഹാരമായിട്ട്, ഈ ലോകം മുഴുവൻ ആൾക്കാരുടെ പാപത്തിന് പരിഹാരമായിട്ട്, ശുദ്ധീകരിച്ച് കിടക്കുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട്, അവർ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് നമുക്ക് കാഴ്ചവെച്ച് കഴിയുമ്പോഴത്തേക്കും ദൈവം അത് സ്വീകരിക്കുകയാണ്. അതിന് പകരം നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ മുറിവുറപ്പോടുകൂടി, അതായത് ഫിലിപ്പിയർ 2:14 മുറിവുറപ്പും തർക്കവും കൂടാതെ ചെയ്യുക എന്നാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അവിടെ വിശുദ്ധീകരണം സംഭവിക്കുകയാണ്. യോശുവ 3:5 നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുന്ന നാൾ ദൈവം നിങ്ങളുടെ അത്ഭുതം പ്രവർത്തിക്കും. ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 17-19 ഇവന് സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടതിനെ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. നമ്മുടെ വിശുദ്ധിയാണ് പരമപ്രധാനം. നമ്മൾ വിശുദ്ധിയിലാണോ നമ്മൾ ആയിരിക്കുന്നിടം അനുഗ്രഹമായിട്ട് ദൈവം അനുഗ്രഹിക്കും. നമ്മൾ അനുഗ്രഹത്തിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല, അനുഗ്രഹം നമ്മുടെ പുറകെ വരും. പക്ഷേ ഒരു കാര്യം ചെയ്താൽ മതി, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ നാവിലുള്ള വിശുദ്ധീകരണം, നമ്മുടെ ചിന്തകളുടെ വിശുദ്ധീകരണം. ഈശോ പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് ഓരോ അശുദ്ധിയും കാലത്തേക്ക് കടന്നു വരുന്നത്. നമുക്കെങ്ങനെ അസൂയ ഉണ്ടാകുന്നത്? അസൂയയുടെ കാരണം ഞാൻ തന്നെ കണ്ടുപിടിക്കുകയായിരുന്നു. കാരണം വർഷങ്ങളായിട്ട് എനിക്കില്ലാത്തൊരു അസുഖമായിരുന്നു അസൂയ. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അസൂയ കയറി വന്നു. അപ്പം ഞാനോർത്തത് എവിടെ നിന്ന് കയറി വന്നു? അന്നേരം എനിക്ക് പിടികിട്ടിയില്ല. ഈ അടുത്ത നാളുകളിലാണ്. അപ്പം ഞാനതിനെക്കുറിച്ച് ധ്യാനിക്കാൻ തുടങ്ങി. ഈ അസൂയ എന്തുകൊണ്ടാണ് വന്നത്? അവസാനം ഞാനതിനെക്കുറിച്ച് ഒരു ഗവേഷണം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഒരു കുഞ്ഞു കാര്യത്തിന് ആ വ്യക്തിയുമായിട്ട് എനിക്കിച്ചിരി ദേഷ്യം വന്നു.
ആ ദേഷ്യത്തിലൂടെ, ആ ചിന്തയിലൂടെ പിശാച് അകത്ത് കയറി ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം സാത്താൻ തകർക്കുകയാണ്. അവസാനം ഞാനത് കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞു. ഈ അസൂയയുടെ കാര്യവും വിദ്വേഷത്തിൻ്റെ ദേഷ്യം വന്നതിൻ്റെ കാര്യവും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അസൂയയുടെ ആ പിശാച് അവനെ നിൽക്കാൻ പറ്റത്തില്ല, പിന്നെ വിട്ടുപോയി. നമുക്ക് വേറൊരു വ്യക്തിയോട് ദേഷ്യമുണ്ടോ, വെറുപ്പുണ്ടോ, വിദ്വേഷമുണ്ടോ, ബാക്കി എല്ലാ മാലിന്യങ്ങളും അകത്ത് കയറിയിരിക്കും. നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. നമ്മളറിയാതെ കയറി വരുന്നതാണ്. പക്ഷേ നമുക്ക് വേറെല്ലാവരെക്കുറിച്ച് നന്മ, ഇപ്പം നമ്മുടെ കാണുന്ന മാതാപിതാക്കന്മാർ നമ്മൾ നന്മയിൽ വളരുമ്പോൾ നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കും. ആരെങ്കിലും നമ്മൾക്ക് വേണ്ടി പരമനത്ത് അസൂയ വെക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? അവർക്ക് അഗാധമായ സ്നേഹമാണ്. നമ്മളെ എന്ത് തെമ്മാടിത്തരം കാണിച്ചെന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാലും, നമ്മൾ അവരെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും അവരെ അസൂയയോടെ നോക്കത്തില്ല. കാരണം സ്നേഹം എന്ന 2 വാക്ക് അവരുടെ ഹൃദയത്തിൽ ആഴ്ത്തി പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അസൂയ എവിടെയെങ്കിലും ഉത്ഭവിക്കുന്നുണ്ടോ, ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം തകർന്നു കിടക്കുന്നതുകൊണ്ടാണ് അസൂയ വരുന്നത്. അവിടെ നമുക്ക് വിശുദ്ധിയുടെ ആവശ്യമുണ്ട്. അതായത് ഹെബ്രായരുടെ ലേഖനം 12-ാമത്തെ അധ്യായം ഹെബ്രായരുടെ ലേഖനം കിട്ടിയോ? ദൈവകൃപ നിരസിച്ചാൽ വായിക്കാവോ ആർക്കെങ്കിലും? 14 തുടങ്ങി. ആരെങ്കിലും ബൈബിളുണ്ടോ? നമ്മളെല്ലാവരും ബൈബിൾ കൊണ്ടുവരണം കേട്ടോ. നമ്മളൊരിക്കലും ബൈബിൾ വായിക്കുന്നത് ഒരിക്കലും മൊബൈലിൽ വായിക്കല്ല. എന്തുകൊണ്ടാണെന്നറിയോ? വചനം എന്നുള്ളത് ദൈവമാണ്. ആദിയിൽ, അതായത് യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നമ്മളൊക്കെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്കൊരു വചനമൊക്കെ നോക്കാം. പക്ഷേ അല്ലാത്തപ്പോൾ നമ്മൾ വീട്ടിലാണോ, നമ്മളെപ്പോഴും വചനം നമ്മുടെ പുസ്തകത്തിൽ തന്നെ നമ്മൾക്ക് വായിക്കണം. കാരണം വചനം ദൈവമാണ്. ഈ വചനം നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നമ്മൾ ദൈവത്തെയാണ് കയ്യിലെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നതന്നെ മൊബൈൽ. നമ്മൾ വഴുക്കുകളുടെ ഇടയ്ക്ക് പോയി വചനം കണ്ടുപിടിക്കുകയല്ല ചെയ്യേണ്ടത്. മൊബൈൽ എന്തെല്ലാം സംഗതികളുണ്ട് മൊബൈലിനിടയ്ക്ക്. അതിൻ്റെ ഇടയ്ക്ക് പോയി നമ്മൾ ദൈവത്തെ കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കരുത്. അതിനല്ലേ അടുത്തും കൂടെ കൂട്ടത്തിൽ പോരും കേട്ടോ. നമ്മളെപ്പോഴും വചനം വായിക്കുമ്പോൾ ആ വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുക്കുന്ന വ്യക്തിയെ, വചനത്തെ ചുമന്നാൽ വചനം നമ്മളെ ചുമക്കും, നമ്മളെ ചുമന്നിരിക്കും. ഈ പുസ്തകം ഞാൻ എവിടെ പോയാലും, നാട്ടിൽ പോയാലും, ഫ്ലൈറ്റിൽ ഇടയില്ലെന്ന് പറഞ്ഞാലും, അതിന് ഭാരമാണെന്ന് പറഞ്ഞാലും, ഈ പുസ്തകം 24 മണിക്കൂർ 365 ദിവസവും ഈ പുസ്തകം എൻ്റെ കൂടെയുണ്ട്. നാട്ടിൽ പോയി എനിക്ക് വേറൊരു ബൈബിളെ തുറന്ന് എനിക്കിഷ്ടമല്ല. എനിക്ക് എൻ്റെ തന്നെ, ഞാൻ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് റെഫർ ചെയ്തിട്ടുണ്ട്, ഒത്തിരി അണ്ടർലൈൻ ചെയ്യും. ഞാനൊരു പുസ്തകം എടുത്ത് നമ്മളൊരു വചനം പഠിക്കുവാണെങ്കിൽ ആ വചനത്തിലോട്ട് നമ്മൾ ആ ഒരു വചനം അങ്ങ് തുറക്കുമ്പോഴത്തേക്കും നമുക്കറിയാം, നമ്മൾ കുറേ ദിവസം വായിച്ചു കഴിഞ്ഞാൽ ഈ വചനം ഇന്നടത്ത് കിടക്കുന്നു, ഇന്ന പേജിൽ, ഇന്ന കോണിൽ, ഇത്രാമത്തെ സെൻറ്റൻസ് കിടക്കുന്നു. നമ്മൾ വചനം മറന്നു പോയാലും അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയാണ്, വചനത്തെ, ദൈവത്തെ കാണുകയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ വചനം പഠിക്കും. അതായത് ഹെബ്രായരുടെ ലേഖനം 12-ാം അധ്യായം 14 തുടങ്ങി. ദൈവകൃപ നിരസിച്ചാൽ ഓക്കെ, അത്രയും മതി. അതായത് വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ദൈവകൃപ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന ഏറ്റവും വലിയ കീടയാണ് വിദ്വേഷം. നമ്മൾ ജോലി സ്ഥലത്തായിരിക്കുമ്പോഴും നമ്മൾ വീട്ടിലായിരിക്കുമ്പോഴും നമ്മുടെ മെയിൻ സബ്ജക്റ്റ് എന്നതാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മറ്റുള്ളവരെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന ചിലപ്പോൾ പിശാച് കൊണ്ട് നല്ലൊരു സുഖം തരും. അത് ഭയങ്കര സുഖമാണ്, സാത്താൻ കൊണ്ടുവരുന്ന സുഖമാണ്. പക്ഷേ ആ സുഖത്തിന് നമ്മൾ പിന്നെ പാപപരിഹാരം ചെയ്യേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കേണ്ട ഒരു സംഗതിയാണ്. ഞാൻ വേറെ ആരുടെയും നെഗറ്റീവ് പറയുകയില്ല, നെഗറ്റീവ് കേൾക്കുകയില്ല.
നെഗറ്റീവ് കേൾക്കാൻ പോയാൽ എന്നാ ചെയ്യുന്നത് പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പാപം ചെയ്യാൻ ഞാൻ കാരണമാവുകയാണ്. കാരണം നമ്മൾ തുറന്നു കൊടുക്കുകയാണ്, നമ്മുടെ ചെവി കാത് കൊടുത്തു. അതുകൊണ്ട് നെഗറ്റീവ് കേൾക്കാനും നെഗറ്റീവ് പറയാനും നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു വലിയൊരു ദുരന്തമാണ് നമുക്ക് സംഭവിക്കുന്നത്. നമ്മുടെ വിശുദ്ധിയാണ് നമുക്ക് ആവശ്യം. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ആർക്കും ദർശിക്കാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടും. നമുക്ക് കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷേ ഇവിടെ പറയുന്നത് ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും ബ്ലോക്ക് ചെയ്യുന്ന ഒരു വലിയൊരു ഒരു ആറ്റം ബോംബ് പോലെ ഒരു സംഗതിയാണ് വിദ്വേഷം, വെറുപ്പ്. നിസ്സാര കാര്യമേ നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഇഷ്ടപ്പെടത്തില്ല. അത് മനസ്സിൽ വെച്ച് നടക്കും. നമ്മൾ മനസ്സിൽ വെക്കല്ലേ. നമ്മളോട് ആരെങ്കിലും എതിരായിട്ട് പറഞ്ഞോ? പരിശുദ്ധ അമ്മയുടെ വിമലർത്തി സമർപ്പിച്ച് പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ആ പ്രാർത്ഥിക്കുന്ന ആ നിമിഷം നമ്മളിലും അനുഗ്രഹം ഉണ്ടാകും. നമ്മളിൽ നിന്നുള്ള പിശാച് വിട്ടുപോകും, അവരിൽ കുടികൊള്ളുന്ന പിശാചും വിട്ടുപോകും. അതാണ് ആത്മീയതയുടെ വലിയൊരു രഹസ്യമാണ്. ഈ ഒരു വചനം നമ്മുടെ നാവിൽ ടിപ്പ് ഓഫ് ദ ടങ്ങിലുണ്ടോ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരമായി. ഇല്ലെങ്കിൽ നമ്മൾ കാണുന്നതിനെല്ലാം നമ്മൾക്ക് നെഗറ്റീവാണ്. അവൻ അങ്ങനെയാണെന്ന്, അവൾ അങ്ങനെയാണെന്ന്, അല്ലേലും അവൻ അങ്ങനെയാണ്, അല്ലേലും അവൾ അങ്ങനെയാണ്. നമ്മൾ ഏതെല്ലാം രീതിയിലാണ് നമ്മൾ നെഗറ്റീവ് കണ്ടുപിടിക്കുന്നത്? അത് സാത്താൻ കൊണ്ടുവന്നിരിക്കും. അവൻ്റെ ജോലി അവൻ ചെയ്തിരിക്കും, അവൻ്റെ പ്രൊഫഷൻ അതവൻ ചെയ്തിരിക്കും. അവൻ വിജയിക്കുകയും ചെയ്യും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ. കാരണം എളിമയുള്ളവർക്ക് മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. യെശയ്യായുടെ പുസ്തകം 66-ാമത്തെ അധ്യായം 1-2 വചനങ്ങൾ. യെശയ്യാ 66. കിട്ടിയോ? യെശയ്യാ 66 1-2 വചനങ്ങൾ. ദൈവം കടാക്ഷിക്കുന്ന ആരെയാണ്? ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ആത്മാവിൽ എളിമ വേണം. പരിശുദ്ധ അമ്മയാണ് അതിന് ഏറ്റവും ഉദാത്തമായ മാതൃക. പരിശുദ്ധ അമ്മ എന്നാ പറഞ്ഞത്? ലൂക്കായുടെ സുവിശേഷം 1-46 വചനം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ആത്മാവ്, മാതാവ് പറഞ്ഞില്ല, ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സർവമഹത്വവും ബഹുമാനവും ക്രെഡിറ്റും എല്ലാം മാതാവ് ആർക്ക് കൊടുത്തു? ദൈവത്തിന് കൊടുത്തു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. സങ്കീർത്തനം 103:1. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ അധരമേ കർത്താവിനെ വാഴ്ത്തുക എന്നല്ല പറയുന്നത്. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ നാമത്തെ സ്തുതിക്കുക. നമുക്ക് എളിമയുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയം വരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എളിമയുടെ ഓപ്പോസിറ്റ് പാർട്ടി എപ്പോഴും നമ്മുടെ കുടികയറി പാർക്കുന്നുണ്ടോ അവിടെ നമുക്ക് എളിമയെ അതോടെ നശിച്ചു പോവാണ്. അവൻ ട്രാപ്പിലായി പോകും നമ്മൾ. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും വചനം വായിക്കാനുള്ള ഏറ്റവും വലിയൊരു ആയുധമാക്കി നമ്മൾ സ്വീകരിക്കണം. പറ്റുമ്പോഴൊക്കെ നമ്മൾ കുർബാനയിൽ പങ്കിടണം. എന്താണ് കുർബാന? പെട്ടെന്ന് പറഞ്ഞു, എന്താണ് കുർബാന? ഉറക്കെ പറഞ്ഞു. ബലിയർപ്പണം. എന്താണ് കുർബാന? കുർബാന സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? ഈശോയെ സ്വീകരിക്കുക. അപ്പോൾ കുർബാന എന്താ? ഈശോ തന്നെ, ഞാൻ തന്നെയാണ് കുർബാന. ഇപ്പം സമയം ഈശോ തന്നെയാണ് കുർബാന. അപ്പോൾ
കുർബാന എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. അപ്പം നമ്മൾ കുർബാന അർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ തന്നെ, അതായത് കുർബാന അർപ്പണം എന്ന് പറഞ്ഞാൽ ഈശോയുടെ മനുഷ്യാവതാരം തുടങ്ങി പീഡാനുഭവം വരെ മരണം വരെ അനുസരണം, ഈശോയുടെ അനുസരണമാണ് ബലിയായി സമർപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുസരണമുള്ള മക്കളായിട്ട് മാറണം. അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. യെശയ്യാ 1:19 അനുസരിക്കാൻ തയ്യാറായാൽ നീ ഐശ്വര്യം ദർശിക്കും. കാരണം ഈ കുർബാനയെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, പക്ഷേ നമുക്ക് സമയത്തിൻ്റെ പരിധി മൂലം നമ്മൾ ഒത്തിരി എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ വചനം വായിക്കണം എല്ലാ പ്രാവശ്യവും. എല്ലാ ദിവസവും നമ്മൾ വചനം ഹാഫ് ആൻ അവറെങ്കിലും വായിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഫ്രീ ആണെങ്കിൽ അത് ഓൾ ഓവർ ദ വേൾഡ് എനിക്ക് ഒരു ലിങ്കുണ്ട്, ഞാനത് അയച്ചു തരാം. ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. എല്ലാ ദിവസവും 6 തുടങ്ങി 7 വരെ വചന വായനയുണ്ട്. ആ വചന വായനയിൽ നിങ്ങൾ പങ്കെടുത്ത് കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബൈബിളിനെ കുറിച്ച് കുറേ വെളിവ് കിട്ടും. അത് വിടുതൽ വചനങ്ങളുണ്ട്, ബന്ധത്തിൻ്റെ വചനങ്ങളുണ്ട്, ഇങ്ങനെ പല വചനങ്ങളുണ്ട്. അത് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടിയാണ് വായിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പല പ്രാവശ്യം ഈ ബൈബിൾ ഇങ്ങനെ ടേൺ ചെയ്തുകൊണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും പിടികിട്ട് ഇതെവിടെയാണ് സംഭവം എന്ന്. പുസ്തകത്തെക്കുറിച്ചൊരു വെളിപാട് കിട്ടും നമുക്ക്. നമുക്ക് 150 സങ്കീർത്തനമുണ്ട്. ഈ സങ്കീർത്തനം നമ്മൾ എല്ലാ ദിവസവും, അതായത് നിങ്ങൾ എത്ര കുടുംബങ്ങളുണ്ടോ അത്രയും കുടുംബങ്ങൾ നമ്മളൊരു ഗ്രൂപ്പാക്കി വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വലിയൊരു അഭിഷേകം ഉണ്ടാകാനുള്ള ഒരു ഇതാണ് ഞാൻ പറയുന്നത്. 1-ാമത്തെ അധ്യായം ഒരു വ്യക്തി വായിക്കുന്നു, 2-ാമത്തെ അധ്യായം വേറൊരു വ്യക്തി വായിക്കുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ പോകുന്നു. 150-ാമത്തെ വ്യക്തി അതായത് അങ്ങനെ ഒരു നമ്പർ കിട്ടിക്കഴിയുമ്പോൾ ആ സങ്കീർത്തനം 150-ാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കേണ്ടത്. 119-ാമത്തെ വചനം നീണ്ട 176 വചനമുണ്ട്. ആ 176 വചനം 25 വചനങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് ബാക്കിയുള്ള അംഗങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കുകയാണ്. ഇതിങ്ങനെ എല്ലാ ദിവസവും നമ്മളൊരു ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിക്കും. വലിയൊരു അഭിഷേകം ആ ഗ്രൂപ്പിലേക്ക്, ആ പ്രാർത്ഥിക്കുന്നവരിലേക്ക്, വ്യക്തികളിലേക്ക്, തലമുറകളിലേക്കെല്ലാം ഒഴുകും. അതാർക്കെങ്കിലും നമ്മൾ ബിനോയൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. അതായത് അങ്ങനെ ഒരു ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ട് ഈ 150 സങ്കീർത്തനങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ഒരു ദിവസം വായിക്കുകയാണ്. ആ ഒരു ദിവസം വായിച്ചെഴുതി അതിൻ്റെ അഭിഷേകം മുഴുവൻ നമ്മളിലേക്ക് ഒഴുകും. കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം വായിക്കുകയാണ്. അപ്പോൾ 150 പേരാണെങ്കിൽ 157 അല്ലെങ്കിൽ 160 പേരാണെങ്കിൽ ആ 60 പേരെ, അതായത് 119 സങ്കീർത്തനം 25 ഡിവൈഡ് ചെയ്യണം. 176 വചനമുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു അഭിഷേകമായിട്ട് മാറും. എൻ്റെ പേരുടെ പേരെഴുതി വെച്ചോ, ഞാൻ വായിച്ചോളാം. വിനോയ്ക്ക് അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. ഓക്കെ ആണോ? ഓക്കെ. നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ഒരിക്കലും വഴിവിട്ടു പോവുകയില്ല. വഴിവിട്ടുപോയാൽ തന്നെ കർത്താവ് കൊടുത്തിച്ചു കൊടുക്കുന്നു. കാരണം പ്രാർത്ഥിക്കുന്ന കാരണവന്മാരുടെ മക്കൾ ആരെങ്കിലും പോവോ? ഇല്ല, പോകത്തില്ല. പോയാൽ തന്നെ തിരിച്ചു കൊണ്ടു കർത്താവ് കൊണ്ടുവന്നോളും. അവരവിടെ പോയി ചെളിക്കകത്തോടെ ഉണ്ടിട്ട് വരട്ടെന്ന് പറയും. ചെളിയിൽ ഉണ്ടി കഴിയുമ്പോഴത്തേക്കും ദൂർത്തപത്രം പോയാൽ തിരിച്ചു വരും. അതുപോലെ തന്നെ വേറെ കാണാം. ഇന്ന് നമ്മളിപ്പോൾ ഈ നഴ്സ് ഗ്രൂപ്പ് തുടങ്ങി, പക്ഷേ നമ്മളിത് കണ്ടിന്യൂ ചെയ്യണ്ടേ? കാരണം ഞാൻ അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും 4 തുടങ്ങി 6 മണി വരെ 6:30 വരെ നിങ്ങൾ ഈ ഗ്രൂപ്പ് കണ്ടിന്യൂ ചെയ്യുക. എനിക്ക് പറ്റുന്ന പോലെ ഞാനും വരാം. ആർക്കെങ്കിലും, അതായത് വോളണ്ടിയേഴ്സായിട്ട് ഇപ്പോൾ തന്നെ നമ്മളിനി അത് അടുത്ത സെക്കൻഡിലേക്ക് നമ്മൾ നീക്കി വയ്ക്കേണ്ട. നമ്മൾ ഇന്നത്തെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് അഭിഷേകം വേണം. ഈ യോഗയിൽ വലിയൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നതിന് മുമ്പ്. ഞാൻ ഇവിടെ ആരും പുതിയ ഗ്രൂപ്പുകൾ, മുഖങ്ങളൊക്കെ എല്ലാം പുതിയതാണ്. ആകെ ഒരു വ്യക്തി എനിക്ക് കാണാം, സാരി. വേറെ ആരും ഇല്ല ഇവിടെ. വലിയൊരു പവർഫുൾ പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. അത് സാത്താൻ വന്ന് അടിച്ച് തകർത്തിട്ട് പോയി. നമുക്കിനി അത് വീണ്ടും, അതായത് എന്നാ തകർന്നു കിടക്കുന്ന ആലയത്തെ കർത്താവ് പുതുക്കി പണിയാനായിട്ട് പിന്നെ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സംരംഭം കർത്താവ് എടുത്തു വയ്ക്കുന്നത്. നമ്മളാരും വിളിച്ചിട്ടല്ല ഇവിടെ വന്നേക്കുന്നത്. കർത്താവ് വിളിക്കണം. നമ്മുടെ ആരുടെയും മഹത്വമല്ല. ഇത് ഞാൻ രൂപീകരിച്ചു അല്ലെങ്കിൽ ഞാൻ ചെയ്തു എന്നുള്ളത് നമുക്ക് ആരും ക്രെഡിറ്റ് വേണ്ട. സങ്കീർത്തനം 115:1 ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിങ്ങളുടെ നാമത്തിനാണ് മഹത്വം ഉണ്ടാകേണ്ടത്. കർത്താവിനാണ് മഹത്വം. നമ്മൾ എന്ത് ചെയ്യുന്ന എല്ലാം കർത്താവിന് കൊടുക്കണം. ഇത് ഞാൻ ചെയ്തു, നമുക്ക് ആരുടെയും ക്രെഡിറ്റ് മേടിച്ച് വെക്കണ്ട. അങ്ങനെ ക്രെഡിറ്റ് മേടിക്കാൻ പോയി നമ്മൾ ആഗ്രഹിച്ചോ, അവിടെ നമ്മൾ തകരും, സാത്താൻ കയറും. എല്ലാം ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുക. എന്ത് ചെയ്തോ എല്ലാം ദൈവമഹത്വത്തിനായിട്ട്. എൻ്റെ യോഗ്യത കൊണ്ടല്ല ഇത് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ എല്ലാ ഞായറാഴ്ച നമുക്കത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ ഉപകാരം. ഞാൻ പറയുവാണെങ്കിൽ ആരെങ്കിലും വോളണ്ടിയറായിട്ട് അടുത്ത ഞായറാഴ്ച പ്രെയർ ഗ്രൂപ്പ് ഏതെങ്കിലും മീറ്റിംഗ് വെക്കാൻ പറ്റുവാണെങ്കിൽ അവർക്ക് മുമ്പോട്ട് വരാം. 4 തുടങ്ങി 6 വരെ എല്ലാ ഞായറാഴ്ചയും പറ്റുമോ? എവിടെ ഒരാൾ കൈവെക്കുന്നുണ്ട്.
നിങ്ങളെ ആളുകളുടെ എണ്ണമൊന്നും കണക്കാക്കണ്ട. കർത്താവ് എന്നാ പറഞ്ഞത്? 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ട്. നിങ്ങൾ ആ 2 വ്യക്തികളിരുന്ന് തീജ്വാലയായിട്ട് മാറിക്കഴിഞ്ഞാൽ ബാക്കി എന്നാ വരും? നിങ്ങളൊരു ഒരു കണിയായിട്ട് മാറിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എന്നതാ വരുന്നത്? ഉറുമ്പുകളെല്ലാം ഇങ്ങ് വന്നോളും. നമ്മളൊരു വിനീഗർ ആകാതിരുന്നാൽ മതി. വിനീഗർ ആയിക്കഴിഞ്ഞാൽ ഒറ്റ എണ്ണം വരത്തില്ല. നമ്മുടെ നാവ് കൊണ്ട് വിനീഗർ ആകരുത്. നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മൾ ഓർക്കും നമ്മൾ ചിന്തിക്കുന്നവർ അവരെങ്ങനെയാണ് അറിയുന്നത്, പക്ഷേ ഇത് സ്പിരിറ്റാണ്. നമ്മൾ വിദ്വേഷവും വെറുപ്പും വിദ്വേഷവും നമ്മുടെ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും അത് വ്യാപിക്കും. അത് ഭയങ്കര ഒരു മാഗ്നറ്റിക് പവറുണ്ട്. നമ്മളോർക്കും അതായത് സാലി എന്നോട് എതിർത്ത് പറഞ്ഞു, അല്ലെങ്കിൽ സാലിക്ക് എന്നോട് ദേഷ്യമാണ്, അല്ലെങ്കിൽ എനിക്ക് സാക്ഷി ദേഷ്യമാണ്. നമ്മൾ വാക്കുകൊണ്ട് പറയുന്നില്ല, ചിന്ത ഭയങ്കര ക്രൂഷ്യലാണ്. നമ്മളെന്ത് മനസ്സിൽ ചിന്തിക്കുന്നു ആ സ്പിരിറ്റ് അവരിൽ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല, ഇവരെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, എന്ന് പറയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് സ്പിരിറ്റാണ് ആ വ്യക്തിയിലേക്ക് പോകുന്നത്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ആ വചനവുമായിട്ട് അങ്ങോട്ട് പോകും. എത്രയോ അനുഭവങ്ങൾ എനിക്ക് പറയാൻ പറ്റുമെന്നറിയാമോ? ഈവൻ എൻ്റെ പിള്ളേരാണെങ്കിലും അത് എന്തെങ്കിലും തോന്നിയാസം കാണിച്ചു കഴിയുമ്പോഴത്തേക്കും പരിശുദ്ധ അമ്മയുടെ മുന്നിൽ സമർപ്പിച്ച് പിതാവ് ഇവർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇവരെ ക്ഷമിക്കണേ ഓൺ ദ സ്പോട്ടിൽ നിന്ന് പോകും. എൻ്റെ ജോലി സ്ഥലത്തൊക്കെ ഓരോ ആചാരന്മാർ ചീറ്റിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ഞാൻ അനങ്ങാതെ അവിടെ നിൽക്കും. ഞാൻ ശ്രദ്ധിക്കുന്നില്ല അവരെ. ഞാൻ പറയുന്നതിനാണെന്നറിയോ? പരിശുദ്ധ അമ്മ മാതാവ് അമ്മയുടെ വിമലകത്തിൽ ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവെ ഇവർ ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല, ഇവർ ക്ഷമിക്കണേ. 100 വന്ന വലിയ ചീറ്റിക്കൊണ്ട് വന്ന ആ മാനേജറുടെ സൗണ്ട് ഓൺ ദ സ്പോട്ടിൽ സ്റ്റോപ്പ് ആവുകയാണ്, സഡൻ ബ്രേക്ക് ഇടുവാണ്. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. പിന്നെ അവർ ഓർക്കുന്നതിനറിയാം ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞത്. പക്ഷേ വിജയം നമ്മുടെ കയ്യിലായിരിക്കും. ആ ഒരൊറ്റ വചനമാണ്. ആ വചനം വെറുതെ ഉള്ള വചനമല്ല. ഈശോ കുരിശിൽ തൂങ്ങിക്കിടന്ന് പറിച്ചപ്പോൾ ഉണ്ടായിരുന്ന വചനമാണ്. പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ. ഈശോ സഹനത്തിൽ നിന്നുകൊണ്ട് ഉച്ചരിച്ച ഒരു വചനമാണ്. ആ വചനത്തിൽ ഭയങ്കര പവറാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ വചനം ഏറ്റെടുക്കണം. നമ്മളെല്ലാ ദിവസവും വചനം പഠിക്കണം. നമ്മൾ കുടുംബ പ്രാർത്ഥന നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഒരു വചനം, നമ്മൾ പ്രാർത്ഥന കുടുംബ കൂട്ടായ്മയിൽ ചെല്ലുമ്പോഴത്തേക്കും എല്ലാ കുഞ്ഞുങ്ങളെയും ഓരോ വചനം പഠിപ്പിക്കണം. ആ പഠിപ്പിച്ചിട്ട് അവിടെ വന്ന് ഏറ്റു പറയണം. അതുപോലെ തന്നെ അഡൽട്ട് പ്രായപൂർത്തിയായാലും പഠിക്കണം. ഒരു വചനം പഠിച്ചിട്ട് അവിടെ വന്ന് ഏറ്റു പറയുക. 1 യോഹന്നാൻ 3:15 സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്, അവൻ നിത്യജീവൻ കുടികൊള്ളുന്നില്ല. ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. അത് അതെങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? നമ്മൾ കുത്തിയിരുന്ന് നമ്മൾ ബൈബിൾ വായിച്ച് പഠിക്കണ്ട. നമ്മളങ്ങനെ വായിച്ചു കഴിയുമ്പോൾ ഒരു വചനം കിട്ടുമ്പോഴത്തേക്കും ആ വചനം നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ 1-ാം രഹസ്യം പരിശുദ്ധ ദൈവമാൻ്റെ മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയെ പരിസരന്യാസം അറിയിച്ചു നമുക്ക് ധ്യാനിക്കാം. അടുത്ത സ്വർഗ്ഗസ്നാവിയല്ലേ നന്മ പറഞ്ഞതിന് മുമ്പ് 1 യോഹന്നാൻ 3:15 സഹോദരനെ വെറുക്കുന്ന കൊലപാതകയാണ്, അവനെ നിത്യജീവൻ കുടികൊള്ളുന്നില്ല. ഇതിങ്ങനെ 10 പ്രാവശ്യം പറയുക. അതെല്ലാ ദിവസവും അങ്ങ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇത് അവിടെ രജിസ്റ്റർ ആകും. പിന്നെ ആർക്കും പറിച്ചു കളയാൻ പറ്റത്തില്ല. ഏത് ഉറക്കത്തിൽ എഴുന്നേറ്റാലും 1 യോഹന്നാൻ 3:15 എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും. അപ്പം നമ്മൾ വേറൊരാളുടെ വെറുപ്പും വിദ്വേഷം വരുമ്പോഴത്തേക്കും നമുക്ക് ഈ വചനം ഓടിയെത്തും നമ്മുടെ അടുത്തേക്ക്. സഹോദരനെ വെറുക്കുന്ന കൊലപാതകയാണ്, ആ വചനം ഓടിയെത്തുവാണ്. ഇങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മുടെ ഒരു വചനം നമ്മൾ എടുത്തിട്ട് കുടുംബ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും പറ്റിയ സൊല്യൂഷൻ. നമ്മൾ ഈ വചനം പഠിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. ബുദ്ധി ഉണ്ടായിരിക്കും, പക്ഷേ വചനം പഠിക്കാൻ ഇച്ചിരി പാടാണ്. നമ്മൾ വചനം എപ്പോഴും ബൈബിളിനകത്ത് നോക്കിയേ വായിക്കാവുള്ളൂ. നമ്മളിതിങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മളൊരു ആഗോള മുഴുവനത്തോടെ ഒരു പിക്ചറാണ് നമ്മൾ കാണുന്നത്. നമ്മളിങ്ങനെ മറിച്ച് നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് വചനം ഉണ്ടായിരിക്കണം, പുസ്തകം ഉണ്ടായിരിക്കണം. നമ്മുടെ ഡ്രസ്സുകൾ ആരും നമ്മൾ ഷെയർ ചെയ്യാറില്ലല്ലോ. ഉണ്ടോ? ആരെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ? ചുരിദാർ ആരെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ വീട്ടിൽ? ഷർട്ട് ഷെയർ ചെയ്യാറുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു വചനം വേണം, വചന പുസ്തകം വേണം, ബൈബിൾ വേണം. ഇല്ലെങ്കിൽ നമ്മൾ മേടിക്കാം. ആരും ആരുടെയും ഷെയർ ചെയ്യില്ല. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അവർക്കുണ്ടാകുമ്പോൾ വായിക്കാൻ തുടങ്ങുമ്പോൾ ഒരു വചനം ബൈബിൾ മേടിച്ചു കൊടുക്കണം. അത് സ്വന്തമായിട്ട് അവരുടെ പേരൊക്കെ എഴുതി. അത് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഹൈലൈറ്റ് ചെയ്യണം. നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എവിടെയും റെഫർ ചെയ്യണം, നമുക്കത് എഴുതി വെക്കാൻ പറ്റും. സ്വന്തമായിട്ടൊരു ബൈബിൾ ഉണ്ടായിരിക്കണം. ബൈബിൾ നോക്കിയേ വായിക്കാവുള്ളൂ. എപ്പോഴും നമ്മൾ യാത്രയിലായിരിക്കുന്ന അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പോകുന്ന ആ സമയത്ത് മാത്രമേ നമ്മൾ മൊബൈൽ തുറക്കാവുള്ളൂ. വചനത്തെ നമ്മൾ സ്നേഹിക്കണം. ഈ പുസ്തകത്തെ നമ്മൾ സ്നേഹിക്കണം. ജീസസ് ഐ ലവ് യു എന്ന് പറയണം. ജീസസ് ഐ ലവ് യു. നമ്മുടെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഈശോടൊന്ന് പറഞ്ഞേ. ഞാനിങ്ങനെ കാണുമ്പോൾ നേരത്തെയൊക്കെ ഞാൻ എല്ലാം 4 കൊന്തയും കണ്ണക്കൊന്തയെല്ലാം എല്ലാം ചെല്ലും, പ്രാർത്ഥിക്കും. പക്ഷേ എൻ്റെ ഹൃദയം അങ്ങോട്ടൊരു വല്ലാത്തൊരു ഡ്രൈ ഫീലിംഗ് ആയിരുന്നു. അവസാനം ഞാൻ ഈശോയോട് പറഞ്ഞു, മാതാവേ എൻ്റെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് കൃപ തരുമോ? എനിക്ക് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ കൃപ തരണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവസാനം കർത്താവ് തന്നു. നമ്മളെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്ന നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കൃപ നിറഞ്ഞ മറിയമേ സുസ്തി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹൃദയം അങ്ങോട്ട് ചുരുക്കും. സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുമ്പോഴത്തേക്ക് ആ പിതാവിലേക്ക് നോക്കണം. കൃപ നിറഞ്ഞ മറിയമേ സുസ്തി എന്ന് പറയുന്ന മാതാവിലേക്ക് നോക്കണം. ആ വ്യക്തിയെ നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തെല്ലാം കർത്താവ് അത്ഭുതം തരുമെന്നറിയാവും. ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ നാട്ടിൽ കഴിഞ്ഞ മുമ്പത്തെ കൊല്ലമാണ് നാട്ടിൽ ഭയങ്കര ചുഴലിക്കാറ്റ് വരുമെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് ഞാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇത് വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അവിടെ പോയി ആ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ ചുമ്മാ നമ്മൾ അട്ടറല്ല, ഇത് ഹൃദയം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മാതാവേ അപ്പോൾ അടർത്തിയിട്ട് പോയി മാതാവ് കുറേ ദൂതന്മാരുമായിട്ട് നിന്നേക്കാൻ പറഞ്ഞു. ഒരൊറ്റ കാറ്റ് പോലും ഇങ്ങോട്ട് വരാതെ. ആ കാറ്റ് വന്നില്ല. അവിടെ കൂടുതൽ ഭയങ്കര പരസ്യമായിരുന്നു. നമ്മുടെ തിരുവനന്തപുരം വഴി എടുത്തു കളയാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ട്, ആഞ്ഞടിക്കാൻ പോകുന്നു പറഞ്ഞു. ആഞ്ഞടിച്ച് അവിടെ അപ്പോൾ ആഞ്ഞടിച്ചിട്ട് അവിടെ നിന്നു. അപ്പോൾ നമ്മുടെ കൂടുതൽ പങ്കുവയ്ക്കാനായിട്ട് ഡീറ്റെയിലായിട്ട് നമുക്ക് പറയാനായിട്ടൊരു അവസരമുണ്ട് ലഭിക്കുന്നത്. എല്ലാവരും അതിനെ ക്രമീകരിക്കുക. നിങ്ങളതുപോലെ വരുന്നവരാണ് കേട്ടോ. അയ്യോ അവരെന്താണ് ഇതിൽ വന്നത്, നിങ്ങൾ ആരെയും ശ്രദ്ധിക്കണ്ട. കർത്താവാണ് നിങ്ങളെ വിളിച്ചു വരുന്നത്. കർത്താവ് നിങ്ങൾ ഉച്ചരിക്കണമെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കുവഴി കർത്താവ് വിളിക്കണം. യോഹന്നാണ് അവിടെ നിന്നു ആത്മാവാണ് ജീവൻ ശക്തിയൊന്നിനും ഉപകരിക്കുന്നില്ല. എൻ്റെ പിതാവിനെ ആകർഷിക്കപ്പെടാത്തവർ ആരും എൻ്റെ അടുത്തേക്ക് വരികയില്ല. എൻ്റെ പിതാവിനെ ആകർഷിക്കപ്പെടാതെ എൻ്റെ പിതാവിന് വരം ലഭിച്ചതല്ല ആർക്കും എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല. ഇത് രണ്ടുമുണ്ട്. അതുകൊണ്ട് ദുഃഖിക്കണം, നമ്മൾ വിഷമിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവെ നമ്മളോട് കരുണ കാണണം. അവർ വരും. നമ്മുടെ കഴിവുകളൊന്നും ആരും വരത്തില്ല. കർത്താവിൻ്റെ കരുണ വരുന്നു. ഈ ഒരു വ്യക്തി ഒരഗ്നികൂലമായിട്ട് ഒരു കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ മനസ്സ് വെച്ചോ ഇവിടെ കർത്താവ് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ആരും വിഷമിക്കാൻ വേണ്ട. ആരും നമ്മൾ അനാവശ്യം നടത്താൻ ഗ്രൂപ്പിലൂടെ ഇന്നടുത്ത് പറയാറുണ്ട്. നമ്മളതനുസരിച്ച് നമ്മുടെ കുടുംബത്തിൽ നമ്മളുടെ ജോലികളെല്ലാം തുടങ്ങിയിരിക്കുന്നു. ഓപ്പ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഓപ്പ് എടുക്കണം. അപ്പോൾ അവിടെ പോയിട്ട് എന്നാ കിട്ടാണ്? അങ്ങനെയല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കൊരു അനുഭവമായി കാണാം. അതിനെ ശരിക്കും പറയാൻ സമയം കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് കണ്ടുപിടിക്കും. കർത്താവ് ശരിയായിട്ട് 5 നിമിഷത്തെ ഓർമ്മ പറയും. കർത്താവ് ശരി മക്കളെ ഓർമ്മ പറയും. കർത്താവ് ശരി ഒരു കുടുംബത്തിൻ്റെ ഓർമ്മ പറയുന്നു. കർത്താവ് ശരി ഈ പ്രവർത്തനക്കൂടാതെ തുറന്നുകൊണ്ടും കർത്താവ് പോകാനായിട്ട് മക്കളെ എല്ലാവരും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കണ്ണിലുണ്ടാകുന്ന എൻ്റെ സഹായത്തിൽ ഓടുകയും എൻ്റെ സഹായം എൻ്റെ മാനസിക കണ്ണികളുടെ രാജ്യം മാതാവ് ഈ വിശ്വാസം എൻ്റെ സന്നിധി നിൽക്കുന്നു. മാതാവിനെ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ അപ്പം അടുത്ത ഞായറാഴ്ച 4 തുടങ്ങി 6 വരെ വിനയം നമ്മുടെ ബിനോയുടെ വീട്ടിൽ വോളണ്ടറിയായിട്ട് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നമുക്ക് കൂടാനായിട്ട് പ്രാർത്ഥന കൂട്ടായിരുന്നു. അത് ഓരോ ആഴ്ചയിലും നിങ്ങൾ ഒന്നെങ്കിൽ ഏത് കുടുംബത്തിലാണോ നമ്മൾ പ്രാർത്ഥന കൂട്ടായ്മ നടന്നത് ആ കുടുംബത്തിലെ നിയോഗങ്ങളെല്ലാം അനുഗ്രഹത്തിലാണ് നമ്മൾ അവിടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥന. നിങ്ങളെ എന്തെങ്കിലും പ്രശ്നം നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലാദികളുണ്ടോ? അപ്പം നിങ്ങൾക്ക് വോളണ്ടറിയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഈ അടുത്ത പ്രായം വെക്കാവോ ചെയ്യും. കാരണം പ്രാർത്ഥന കൂട്ടായ്മ വെക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർ എനിക്കൊന്ന് ബെറ്റർ ബിനോയുടെ അടുത്ത് നമ്പർ കൊടുക്കുക അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കുക. എന്നിട്ട് അവരെ നമ്മളോട് വരുമ്പോൾ മെസ്സേജ് കൊടുക്കണം. നമുക്ക് അനൗൺസ്മെന്റ് നടത്താൻ ആർക്കുള്ളത്. പക്ഷേ ഇന്നത്തെ നിങ്ങൾ തന്നെ പറയുക എനിക്ക് എൻ്റെ വീട്ടിൽ പ്രേയർ വെക്കാവോ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ പ്രേയർ വെക്കുമ്പോൾ വലിയ പാർട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. കാരണം ഇത് പ്രേയറാണ്. അതായത് നമ്മൾ കഴിക്കാൻ കുടിക്കാനായിട്ടുള്ള ഒരു സംഘത്തിന് ഭ്രമണം നമ്മൾ മാറ്റിയിടും. കാരണം നമുക്കെപ്പോഴും കുഞ്ഞുങ്ങളുടെ ജോലിയുണ്ട്. നമ്മൾക്ക് ഭക്ഷണങ്ങൾ പാകം ചെയ്യാനും നമ്മൾ കഴിപ്പിനും കുടിക്കലോ അല്ല നമ്മൾ പ്രേയർ വെക്കുന്നത്. ബിസ്ക്കറ്റ് ചായ കൂടിയൊന്നും മാക്സിമം അതിൽ കൂടുതലൊന്നും നമ്മൾ വെച്ച് സമയങ്ങളിൽ. കാരണം നമ്മുടെ അറ്റൻഷൻ വിശാലം ഞങ്ങളുടെ ഭക്ഷണം ഉണ്ടാക്കണം. അയ്യോ ഒന്നുമില്ല ഉണ്ടാക്കിയത് നമുക്ക് തലവേദനയാണ്. നമ്മൾ പ്രാർത്ഥന അഭിഷേകം നമ്മൾ അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ അത്യാവശ്യം കഴിച്ചു കൊടുക്കും. കൂടി വന്നാൽ വീട്ടിൽ നമ്മൾ ബിസ്ക്കറ്റ് ചായ മാത്രം മതി. അത് നിർബന്ധമൊന്നുമില്ല. ഇനി അത്ര നിർബന്ധമാണെങ്കിൽ അവത്തെ നമ്മൾ നിർത്തുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പിള്ളേരുടെ വല്ല ബർത്ത്ഡേ വരും കേക്ക് കട്ട് ചെയ്തോ മാക്സിമം അതിൽ കൂടുതൽ നമ്മൾ ചോറുണ്ടാക്കാനോ ബിരിയാണി ഉണ്ടാക്കാനോ ഇതൊക്കെ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ അഭിഷേകത്തെ നശിപ്പിച്ച് കളയുന്ന ഓരോ ഫുഡ് സിസ്റ്റമാണ്.
അത് വേണ്ടതാണ്. നമുക്ക് ആ ദൈവത്തിൻ്റെ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് അനുഭവിച്ചത്, അല്ലാണ്ട് ഫുഡ്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാ മതത്തും ഇങ്ങനെയൊരു രൂപം ചെയ്യാൻ കർത്താവ് അറിഞ്ഞതിനെ നന്ദി പറയുന്നു. കാരണം എൻ്റെ ഒരു വിഷമാണ്. കാരണം ഞാൻ പണ്ടോടെ വന്നിട്ടാണ് വരികയാണ്. നല്ലൊരു പവർഫുൾ ഗ്രൂപ്പായിരുന്നു, പക്ഷെ അതെല്ലാം ഡിസ്പേഴ്സായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അതിനേക്കാൾ ശക്തമായിട്ട് കർത്താവ് വീണ്ടും ഒരു കർത്താവ് നയിക്കട്ടെ എന്നാണ് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നത്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ നല്ലൊരു സന്തോഷം നൽകിയ സിസ്റ്റർ മേരി റോസിനെ യോബിൽ പാരിഷ് മലയാളം കമ്മ്യൂണിറ്റിയുടെ പേരിലും ഡിവൈൻ നഴ്സസ് പ്രയർ യൂണിറ്റിൻ്റെ പേരിലും എൻ്റെ ഹൃദയം നന്ദി അറിയിക്കുന്നു. എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കുക. ശിക്ഷയായി പ്രാർത്ഥന ശുശ്രൂഷയുടെയും ദൈവം ധാരാളം അനുഗ്രഹം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.